ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് ഗ്രാമർ പോർഷൻ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതെടുക്കാം കേട്ടോ. നമുക്ക് എക്സാമിന് വേണ്ടി അടുത്ത എക്സാം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരും. അപ്പൊ കുറച്ച് ഗ്രാമർ പോർഷൻ എടുക്കാം. അതിന് നമ്മൾ കുറച്ച് ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതിന് ശേഷമുള്ള ഭാഗം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അക്ഷരമാല അല്ലെ? അക്ഷരമാലയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അക്ഷരത്തിന്റെ ചിത്രരൂപത്തിനാണ് ഡേഷ് എന്ന് പറയുന്നത്. എന്താണെന്നാ പറയുന്നത് അക്ഷരത്തിന്റെ ചിത്രരൂപത്തിന്? ഓക്കെ, വെരി ഗുഡ്. അക്ഷരത്തിന്റെ ചിത്രരൂപത്തിനാണ് ലിപി എന്ന് പറയുന്നത് അല്ലെ? ഓരോ ഭാഷയ്ക്കും ഓരോ തരം ലിപികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അക്ഷരമാലയിലെ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അനുസ്വാരം, വിസർഗം, ചില്ലുകൾ, ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് സ്വരചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങൾ, ഇത്രയും ഭാഗങ്ങളാണ് സ്വരാക്ഷരങ്ങൾ അക്ഷരമാലയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓർത്ത് വെക്കണ അക്ഷരമാല എന്തൊക്കെ, മലയാളത്തിൽ ഏതൊക്കെ തരം അക്ഷരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ? ഇപ്പൊ സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, അനുസ്വാരം, വിസർഗം അല്ലെ? ഇത്രയുള്ളേ? ഇത്രയും അക്ഷരങ്ങളില്ലേ? ഓക്കെ. ഇനി ഇതാരും അറിയില്ല എന്ന് പറയരുത്. സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങൾ, മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്, കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയണം. നിങ്ങൾക്ക് അറിയും എല്ലാം, അത് ഏതൊക്കെയാണ് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? ഇൽ, ഇൻ, ഇർ, ഇൽ, ഇത്രയാണെന്ന് 5 എണ്ണം ഉണ്ട് അല്ലെ? ഏതൊക്കെ? ഇർ, ഇൻ, ഇൽ, ഇൻ, ഇൽ, ഇത്രയാണ് ചില്ലക്ഷരങ്ങള്. കൂട്ടക്ഷരങ്ങൾ എത്ര അങ്ങനെ വരും. അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സ്വരചിഹ്നങ്ങളാണ്. അക്ഷരമാലയിലെ സ്വരചിഹ്നങ്ങളാണ് അടുത്തത് പഠിക്കാനുള്ളത്. എന്താണ് ഈ ചിഹ്നങ്ങള്? ഏതാണ് ചിഹ്നങ്ങള്? അപ്പൊ സ്വരങ്ങൾ എന്ത് ചെയ്യും? എല്ലാ വ്യഞ്ജനങ്ങളോടും ചേരും അല്ലെ? അപ്പൊ വ്യഞ്ജനങ്ങളോടൊപ്പം സ്വരങ്ങൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സ്വരചിഹ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ? ക പ്ലസ് ആയാണ് കാ, അപ്പോഴാണ് ആ എന്ന ഉച്ചാരണം വരുന്നത് അല്ലെ? ക പ്ലസ് ആ എന്ന സ്വരാക്ഷരം കായുടെ കൂടെ കൂടുമ്പോഴാണ് കാ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലെ? അപ്പൊ വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് സ്വരചിഹ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ സ്വരങ്ങൾ എല്ലാ വ്യഞ്ജനങ്ങളോടും ചേരും. എഴുതുമ്പോൾ സ്വരത്തിന് പകരം ചില അടയാളങ്ങളാണ് ഉപയോഗിക്കാറ് അല്ലെ? എക്സാമ്പിൾ നമ്മളിപ്പോ പഠിക്കുന്നത് പേജ് നമ്പർ 73. ഓൾ ഓഫ് യു ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 73യിലാണ്. ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് ദ അറ്റൻഡൻസ്, ഡോണ്ട് ഫോർഗെറ്റ്. അപ്പൊ സ്വരചിഹ്നങ്ങളിൽ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതില് എങ്ങനെയാണ് നമ്മൾ ആ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കിയേ. നമ്മുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ അതാ. ആ എന്ന എങ്ങനെയാ ചിഹ്നം കണ്ടോ? ആ എന്ന കാക്കൂടെ ആ എന്ന ചിഹ്നങ്ങൾ സ്വരാക്ഷരങ്ങള് ആഡ് ചെയ്യുമ്പോൾ ഏതാ ചിഹ്നം? ആ. താഴേതാ കണ്ടോ? ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കി എല്ലാവരും. ആ ഈ എങ്ങനെയാ? ഒരു വള്ളി. നെക്സ്റ്റ് ഈ ചുരുക്കുവള്ളിയാണ്. അടുത്തത് ഊ എന്ന ചിഹ്നം. ഊ അല്ലെ? അതേതിന് ചുരുക്കിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇർ എന്ന ചിഹ്നം, എ എന്ന ചിഹ്നം, ഐ ഉണ്ട്. അപ്പൊ എങ്ങനെയാ? 2 എ ചിഹ്നാണ് ഐ ഉള്ളത്. ഓ ഇങ്ങനെയാ? ഒരു എ ചിഹ്നം ഇട്ടു, എന്നിട്ട് ഒരു അക്ഷരം വരും, എന്നിട്ടാണ് ആ എന്നുള്ള ചിഹ്നം. നിങ്ങൾ ചിഹ്നങ്ങൾ എഴുതാൻ മലയാളത്തിൽ അറിയാത്ത കുട്ടികൾ നല്ലതുപോലെ ഇത് ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മളിപ്പോ LKG-യിലും UKG-യിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ഐ എന്ന ചിഹ്നം, ഓ ഔ കണ്ടോ നിങ്ങള്? അപ്പൊ കായുടെ കൂടെയോ ചായ അല്ല ഇനി ഏത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും ഈ ചിഹ്നങ്ങൾ യൂസ് ചെയ്താല് അതിന്റെ ഉച്ചാരണത്തിലാണ് നമ്മൾ വായിക്കുക. ഇപ്പൊ കായാണെങ്കിൽ കാ, നെക്സ്റ്റ് കീ, നെക്സ്റ്റ് എന്ത് വരും? മൂന്നാമത്തെ എങ്ങനെയാ വരുക മക്കളെ? കീ കഴിഞ്ഞിട്ട് കു. ഓക്കെ, കു അല്ലെ? മൂന്നാമത്തെ കീ ആണ് വരുക അല്ലെ? കായാണെങ്കിൽ. നെക്സ്റ്റ് എങ്ങനെയാ? ഇറാണെങ്കിൽ എന്താ വായിക്കും? ക പ്ലസ് ഇ ആണെങ്കിൽ എന്ത് വായിക്കും? കിർ അല്ലെ? ഓക്കെ. നെക്സ്റ്റ് എ ആണെങ്കിലോ? ചായ ആണെങ്കിലോ? മായാണെങ്കിലോ? മനസ്സിലായോ? ഇപ്പൊ ഏത് അക്ഷരമാണോ വരുന്നത് അതിന്റെ ഉച്ചാരണത്തോട് കൂടിയിട്ടാണ് നമ്മളത് വായിക്കേണ്ടത്.
ഇനി നെക്സ്റ്റ് ഐ. ഐ ആണെങ്കിൽ തായ വരുന്നെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? എങ്ങനെ വായിക്കും? തൈ. അപ്പൊ തൈര് എന്നൊക്കെ എഴുതുമ്പോ തൈ ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് മൈ അല്ലെ, അടുത്തത് മൈതാനം എന്നൊക്കെ എഴുതുമ്പോ മൈ. നെക്സ്റ്റ് ചായ ആണെങ്കിലോ ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ഔ ഉണ്ട്. അപ്പൊ ഓ ആണെങ്കിൽ എന്ത് വായിക്കും? അല്ല, കായാണെങ്കിൽ ഓയല്ല, ഔ. ഔ കൗ. മനസ്സിലായോ? അങ്ങനെയാണ് എഴുതാൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ചിഹ്നങ്ങളും പഠിച്ച്, ഇപ്പൊ സ്വരാക്ഷരങ്ങളും പഠിച്ച്, വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ച്, ചിഹ്നങ്ങളും ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും പഠിച്ചാല് മലയാളത്തിൽ നിങ്ങൾക്ക് ഏത് എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ അക്ഷരമാലയിലെ സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, അനുസ്വാരം, വിസർഗം, ചില്ലുകൾ, ചിഹ്നങ്ങൾ, ഘടകാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ഇത്രയും നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും എഴുതാൻ ബുദ്ധിമുട്ടില്ല. കാണാതെ ബൈഹാർട്ട് പഠിക്കണം വേണ്ട എഴുതാൻ. ഇനി നമ്മൾ അടുത്തതിലേക്കാ പോകുന്നത്. സ്വരങ്ങൾക്കും അടുത്ത അതിന്റെ അടുത്ത് തന്നെ ഒരു പാരഗ്രാഫ് ഉണ്ട്. സ്വരങ്ങൾക്കും സ്വരചിഹ്നങ്ങൾക്കും ഒരേ സ്ഥാനവും വിലയുമാണ് ഉള്ളത് അല്ലെ. വ്യഞ്ജനങ്ങളുടെ വില കണക്കാക്കുന്നതും അതിൽ ചേർന്ന സ്വരം നോക്കിയാണ് അല്ലെ. വ്യഞ്ജനങ്ങൾ അതിൽ ഏതാണ് വ്യഞ്ജനങ്ങളുടെ കൂടെ ഏത് സ്വരാണ് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് അതിന് ഉച്ചാരണം വരുന്നത് അല്ലെ. അപ്പോ സ്വരങ്ങൾക്ക് അതിന് വിലയുണ്ട് അല്ലെ. അതിന്റെ വില നോക്കിയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് കൂട്ടക്ഷരങ്ങള്. കൂട്ടക്ഷരങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. വ്യഞ്ജനങ്ങൾ കൂടിച്ചേർന്നവയാണ് കൂട്ടക്ഷരങ്ങൾ. 2, 3, 4, 5 വ്യഞ്ജനങ്ങൾ കൂടിച്ചേർന്ന കൂട്ടക്ഷരങ്ങൾ ഉണ്ട്. ഉദാഹരണം ഇത്ത, ഇത്ത, ഇന്ദ്രിയ, ഇറ്, ത്, സ്, ഞ്ഞ അല്ലെ. ഇതൊക്കെ അതിൽ പെടും. നാം കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത് പല രീതിയിലാണ്. അവ ഏതെല്ലാം എന്ന് അറിഞ്ഞിരിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിൽ ഉപകരിക്കും. 10 തരത്തിലാണ് നാം കൂട്ടക്ഷരം എഴുതി വരുന്നത് അല്ലെ. 10 തരത്തിലാണ് കൂട്ടക്ഷരങ്ങൾ നാം എഴുതി വരുന്നത്. ഏതൊക്കെയാണെന്നാണ് പറയുന്നത് താഴെ. ഒന്നാമത്തത് ഘടകാക്ഷരങ്ങൾ പൂർണ്ണമായി ഇടതും വലതും ചേർത്ത് ഇത്ത അല്ലെ. 2 ത കൂടിയാലാണ് എന്താവുന്നത്? ഇത്തായാവുന്നത്. അപ്പൊ അത് ഇടത്തും വലത്തുമാണ് അല്ലെ. ഓരോ ത നമ്മള് കൂട്ടി എഴുതുവാണ്. നെക്സ്റ്റ് ഇമ്മ ഉണ്ടോ? 2 മ കൂട്ടി എഴുതുന്നത്. അങ്ങനെയാണ് ഒരു തരത്തിൽ എഴുതുന്നത്. ഘടകാക്ഷരങ്ങള് പൂർണ്ണമായി ഇടതും വലതും ചേർത്ത്. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എഴുതി പഠിപ്പിക്കുന്നതിന് കുറച്ചും കൂടെ ഗുണകരമാവട്ടെ അല്ലെ. നെക്സ്റ്റ് എന്താ രണ്ടാമത്തെ പറയുന്നത്? ഘടകാക്ഷരങ്ങൾ പൂർണ്ണമായി മുകളിലും ചുവട്ടിലും ചേർത്ത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യത്തെ എന്താ പറഞ്ഞത്? ഇടതും വലത്തും ചേർത്താണ് ഘടകാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാല് ത ഒന്ന് എഴുതി, നെക്സ്റ്റ് വലത്ത് ഭാഗത്ത് ഒരു തായ എഴുതി. മായാണെങ്കിൽ മായ എഴുതി അതിനോട് ബന്ധപ്പെടുത്തി വലത്ത് ഭാഗത്ത്. പക്ഷെ അടുത്ത എന്താ പറഞ്ഞത്? താഴെയും മുകളിലും. എങ്ങനെയാ? നമ്മൾ പാ എഴുതി അതിന്റെ മുകളിൽ ചേർത്തു, അല്ലെങ്കിൽ താഴെ ചേർക്കാം അല്ലെ. മനസ്സിലായോ? ഇത് ഇപ്പ, അതാണ് ഇപ്പ. നെക്സ്റ്റ് ഇസ്ത, സ് പ്ലസ് ത, താഴെ എഴുതാ അല്ലെ. സ്ഥാനം എഴുതുമ്പോ നിങ്ങൾ എങ്ങനെ എഴുതാ? ഒന്നുകിൽ ഇവിടെ തന്നതുപോലെ എഴുതാ, അല്ലെങ്കിലോ സാക്ക് താഴെ എഴുതില്ലേ. ഓക്കെ, മനസ്സിലായോ? അത് മനസ്സിലായില്ല തോന്നുന്നു. ഒന്നും മിണ്ടുന്നില്ലല്ലോ ആരും. മനസ്സിലായി അല്ലേ? അപ്പൊ എന്താ പറഞ്ഞറിയോ? ആദ്യത്തെ നമ്മൾ ഇടത്തും വലത്തും എന്ന് പറഞ്ഞു. അപ്പൊ താ ആദ്യം ഇടത്ത് ഭാഗത്ത് എഴുതി. നെക്സ്റ്റ് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു തായ കൂടെ എഴുതുമ്പോ എന്തായത്? ഇത്തായ. മനസ്സിലായോ? 2 തായല്ലേ ഇത്? ഒരു താഴ് ഇവിടെയുണ്ട്, ഒരു താഴ് ഇവിടെയുണ്ട്. നെക്സ്റ്റ് ഇപ്പൊ എന്താ പറയുന്നത്? ഘടകാക്ഷരങ്ങള് താഴെയും മുകളിലുമായി എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ? ഇപ്പൊ പായാണെങ്കിൽ അത് തന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ചിന്തിക്കാനൊന്നുമില്ല ഇത്. അപ്പൊ ഇപ്പൊ ഒരു പാ എഴുതി, എന്നിട്ട് ഇതാ മുകളിൽ എഴുതാ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? പാ എഴുതി താഴെ എഴുതാം അല്ലെ. പക്ഷെ നമ്മളിപ്പം കൂടുതലായിട്ട് മേലെ എഴുതുന്നതാണ് സുഖം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? അടുത്ത എന്താ? തായ എങ്ങനെ എഴുതിയേ? ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത് സ് പ്ലസ് തായാണ്. സ് എഴുതി താഴെ എഴുതി നമുക്ക് എക്സാമ്പിൾ തന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാറുണ്ട് സാധാരണ? സാ എഴുതിയിട്ട് സ് വേണ്ട നേരം എന്ത് ചെയ്യാ? അതിന് താഴെ നമുക്കൊരു കുഞ്ഞ് താഴെ എഴുതാം അല്ലെ. മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞത്. അപ്പൊ ഘടകാക്ഷരങ്ങൾ പൂർണ്ണമായി മുകളിലും ചുവട്ടിലും ചേർത്ത് ഇപ്പൊ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? മൂന്നാമത്തത് ആദ്യത്തെ അക്ഷരം മുഴുവൻ ഇടത്തും അടുത്തതിന്റെ അംശം വലത്തും ചേർത്ത് ഇന്ന
ഇഞ്ഞ. അതെന്താ പറഞ്ഞത്? ഇന്ന എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതി? ഒരു നാ എഴുതി ഒറ്റ ഒരു റായല്ലേ പിന്നെ എഴുതുന്നില്ല, രണ്ട് ഇന്ന എഴുതുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? നോ. നമ്മൾ താഴെ എഴുതിയ പോലെ അല്ല അല്ലെ ഇന്ന എഴുതുമ്പോ എഴുതിയത് എങ്ങനെയാ? ഒരു നാ എഴുതിയിട്ട് ഒറ്റ ഒരു റായാണ് അതിന്റെ കൂടെ കൂട്ടിയിട്ടുള്ളൂ അല്ലെ? അതാ പറഞ്ഞത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന എങ്ങനെ എഴുതണം? നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആണെങ്കിൽ രണ്ട് നാ വരും, ഇപ്പൊ 4 വരില്ലേ? അങ്ങനെയല്ല എഴുതുന്നത്, അതാ പറഞ്ഞത്. നെക്സ്റ്റ് അതിന്റെ അടുത്ത് കണ്ടോ ഇഞ്ഞ. ഇഞ്ഞായും നമ്മള് അതേപോലെയാണ് എഴുതുന്നത്. ഇനി ആദ്യത്തെ അക്ഷരത്തിന്റെ അംശം ഇടത്തും അടുത്തത് പൂർണ്ണമായി വലത്തും ചേർത്ത് ഇന്ത ഇണ്ട. മനസ്സിലാവുന്നുണ്ടോ? വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് ഘടകാക്ഷരങ്ങളിൽ ആദ്യത്തേത് പൂർണ്ണമായി മുകളിലും അടുത്തതിന്റെ അംശം ചുവട്ടിലും ചേർത്ത് ഇട്ട ഇദ്ദ. ചില വ്യഞ്ജനങ്ങളുടെ ഇരട്ടിപ്പ് കാണിക്കാൻ പ്രത്യേകം അടയാളം ചേർത്ത് ഇച്ച ഉവ്വ. കണ്ടോ? വേറെ തന്നെ ഇച്ച എഴുതുമ്പോ എന്താ ചെയ്യുന്ന? ഒരു സാധനത്തിന്റെ ഇടയിൽ ഇടയെന്നല്ലേ നമ്മള് ഉവ്വ അല്ലേ? അടുത്തത് ഏഴാമത്തെ എന്താ? ഉച്ചരിക്കുന്നതിന്റെ വിപരീത ക്രമത്തിൽ എഴുതുന്നവ. ഉദാഹരണം ഹിമ്മ എന്ന് ഉച്ചരിക്കുന്നു അല്ലെ? ഇന്ന. ഇനി എട്ടാമത്തത് സ്വരങ്ങൾക്ക് എന്ന പോലെ യാ രാ ല വ ള റ എന്നിവയ്ക്കും പ്രത്യേക ചിഹ്നം ചേർക്കുന്നു. യാ എഴുതുമ്പോ എങ്ങനെ ഇല്ല? നമ്മൾ ഒരു സാധനം ഇങ്ങനെ ഇടും അല്ലെ? ഇന്ത്യ എന്നുള്ള എഴുതുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഒരിതിടൂ അല്ലെ? അതാ പറഞ്ഞത്. ഇക്ക ഇഗ്ര ഇല്ലാണ്ട് ഓരോന്നിനും ഓരോന്നുണ്ട്. ഹൈഫൺ ഇട്ടിട്ട് ഇട്ടതിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ലതുപോലെ. ഇനി അടുത്ത പേജ് എന്താ? ഇക്ക ഇങ്ക ഇമ്പ ഇങ്ങ എന്നീ 4 കൂട്ടക്ഷരങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥയൊന്നും പറയാനില്ല. ഘടകാക്ഷരങ്ങൾ പിരിച്ചെഴുതുന്നു. ഉദാഹരണം ദ പ്ലസ് ധ്യ, അധ്യാപകൻ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് അല്ലെ? സാധാരണ നാ തിരിച്ചിട്ടത് ഇടാ, അത് കൂടാതെ ന പ്ലസ് ദ പ്ലസ് ധ്യ അല്ലെ? അധ്യാപകൻ എഴുതാറുണ്ട്. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് നോക്കിയേ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഗ്രാമർ നല്ലപോലെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഈ വർഷത്തെ മാത്രമല്ല, തുടർച്ചയായി നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ വാക്യം അല്ലെ? വാക്യം എന്നാൽ എന്ത് എന്നതിന്റെ ഉത്തരാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അണ്ടർലൈൻ ചെയ്തോ. വിചാരങ്ങളെ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. എന്താണ് വാക്യം? വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം. വാക്കിൻ പറ്റെന്ന് പറഞ്ഞ കൂട്ടം എന്നാണ് അർത്ഥം. അതാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. വാക്യം എന്നാൽ എന്ത്? പഠിച്ചു വെക്കണേ. എന്താണ് എന്താണ് ഒരു വാക്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിചാരങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അന്യരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, വേറൊരാളോട് പറയാൻ വേണ്ടി എന്ത് ചെയ്യും? അടുക്കിന് പറയുന്ന വാക്യം. നീ ഇന്ന് അവിടെ പോകുന്നുണ്ടോ? നീ ഇന്ന് ക്ലാസ്സിൽ കയറാറില്ലേ? എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതന്നെ വിചാരങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്യരോട് ചോദിക്കുന്നത് അല്ലെ? അറിയിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ്. അടുക്കിന് പറയണം, വെറുതെ ഇങ്ങനെ ചറവറ പറഞ്ഞാൽ പോരാ അല്ലെ? ഉദാഹരണം പറയുന്നത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണേ. എന്താണ് വാക്യം എന്നുള്ളതിന്റെ ആൻസർ അത്. ഇനി എക്സാമ്പിൾ, ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെ? നാളെ എവിടെ പോകുന്നുണ്ട്? പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ നാളെ ഞാൻ പോകുന്നു അങ്ങനെയല്ല, ഏകദേശം പോകുന്നു പള്ളിയിൽ നാളെ നമ്മ പറയുവാ? ഇല്ല, അത് അടുക്കിന് തന്നെ പറയണം, എന്നാലേ ഒരു വാക്യാവും. അതായത് ക്രമത്തിൽ പറയണം. ഉദാഹരണം എന്താണ്? ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്. എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു വാക്യമാണ് അല്ലെ? വാക്യത്തിന് ഉദാഹരണം. ഇവയെല്ലാം വാക്യങ്ങളാണ്. ഇനി വാക്യത്തിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയേ? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം അല്ലെ? 3 എണ്ണം ഉണ്ട്. എന്തൊക്കെ? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം. അപ്പൊ വാക്യം എന്നാൽ എന്ത്? എന്താണ്? എന്താ അബ്ദുൽ ബാസിത്തെ വാക്യം എന്നാൽ എന്ത്? അബ്ദുൽ ബാസിത്തെ പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് വാക്യം? ഈ ലോകത്ത് നല്ലായിരുന്നു. ഫെഡ്രിൻ, ദേവാഞ്ജന വീഡിയോ ഓൺ ചെയ്യണം. വെറുതെ വീഡിയോ ഓൺ ചെയ്യാതിരിക്കരുത്. കൃപാമേരി, എന്താണ് അബ്ദുൽ ബാസിന്റെ വാക്യം? അതെയാ? വാക്യം എവിടെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നേ?
ഓക്കെ, കയ്യിലുണ്ടോ? എവിടെ എവിടെ കാണിച്ചെന്നേ? ഏതാ പേജ് നമ്പർ എന്ന് പറഞ്ഞേ? 73. ഓക്കെ, 70. എന്റെ 74 ആണല്ലോ, നിങ്ങളല്ലോ 74 ആണ് എന്റെ ടെക്സ്റ്റ് ബുക്കിൽ. കണ്ടില്ല അല്ലേ? നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് വാക്യം? നല്ല പറഞ്ഞു കൊടുത്തേ ഒന്ന് ഉറക്കെ. വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ്. പറ്റെന്ന് പറഞ്ഞ അർത്ഥം കൂട്ടെന്നാണ് കേട്ടോ. അപ്പൊ വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് എന്ത്? വാക്യം. എക്സാമ്പിള് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. എന്ത്? ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്. അടുത്തത്, എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചു. ഇതൊക്കെ വാക്യത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? വിധിവാക്യം. ഏതൊക്കെയാണ് വാക്യങ്ങൾ? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം അല്ലെ? അപ്പൊ അതിനൊക്കെ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ്? ഇന്നത് സംഭവിച്ചു എന്നോ ഇന്ന സ്ഥിതിയിലാണോ എന്നോ പറയാവുന്ന വാക്യങ്ങളാണ് വിധിവാക്യം. വാക്യത്തിനാണ് വിധിവാക്യം എന്ന് പേർ. അപ്പൊ എന്താണ് വിധിവാക്യം? ഇന്നത് സംഭവിച്ചു എന്നോ ഇന്ന സ്ഥിതിയിലാണ് എന്നോ പറയാവുന്ന വാക്യങ്ങൾക്കാണ് വിധിവാക്യം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ, സൂര്യൻ ഉദിച്ചു. എന്താണ് ഉദിക്കുന്നത്? സൂര്യൻ അല്ലെ? അപ്പൊ സൂര്യൻ അസ്തമിച്ചു. എന്താണ് അസ്തമിച്ചത്? ഉത്തരം കിട്ടും അതില്, സൂര്യൻ അല്ലെ? കുട്ടി ഉറങ്ങുകയാണ്. ആരാ ഉറങ്ങുന്നത്? കുട്ടി. മനസ്സിലായോ? അപ്പൊ വിധിവാക്യം എന്ന് പറഞ്ഞാ ഇന്നത് സംഭവിച്ചു, എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥിതിയിലാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ വിധിവാക്യം ഉപയോഗിക്കുന്നത്. ഇനി നിഷേധവാക്യോ? ഒരു കാര്യമില്ലെന്നോ ഇന്ന അവസ്ഥയിൽ അല്ലെന്നോ പറയുന്നത് നിഷേധവാക്യം അല്ലെ? അപ്പൊ എന്താണ് ഉദാഹരണം നോക്കിയാ? അപ്പൊ എന്താ പറയണ്ടേ? ഇപ്പൊ സൂര്യൻ ഉദിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിധിവാക്യം പറഞ്ഞത്. സൂര്യൻ ഉദിച്ചില്ല, നിഷേധാണ് അല്ലെ? ഇല്ല എന്നാണ് അവിടെ ആൻസർ. കുട്ടി ഉറങ്ങുകയല്ല. ഓക്കെ. നെക്സ്റ്റ് ചോദ്യവാക്യം എന്തായിരിക്കും? ഇത് രണ്ടുമല്ലാത്ത ഈ വസ്തുക്കൾ മറ്റൊരാളോട് ചോദിക്കുന്ന മറ്റുള്ള വാക്യങ്ങൾക്കാണ് ചോദ്യവാക്യം. ഇത് രണ്ടുമല്ലാതെ, ഇത് രണ്ടുമല്ല, ഇത് വിധിവാക്യവുമല്ല നിഷേധവാക്യവുമല്ല. അപ്പൊ എന്താ ഉണ്ടാവല്? മറ്റൊരാൾ ചോദിക്കുന്ന മട്ടിലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ സൂര്യൻ ഉദിച്ചോ? ആദ്യത്തിൽ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞു അല്ലെ? രണ്ടാമത്തെ സൂര്യൻ ഉദിച്ചില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ എന്തായിരിക്കുന്നത്? ചോദ്യമാണ്, സൂര്യൻ ഉദിച്ചോ അല്ലെ? ഉദിച്ചു ഉദിച്ചില്ല നമ്മൾ ആൻസർ പറയുന്ന രീതിയിലാണത്. കുട്ടി ഉറങ്ങുകയാണോ? മനസ്സിലായോ? അപ്പൊ വാക്യം എന്നാൽ എന്ത്? ഏതൊക്കെയാണ് വാക്യങ്ങള്? അതിന് എക്സാമ്പിൾ പഠിച്ചോ? അപ്പോ വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം. ഈ 3 തരത്തിലാണ് വാക്യങ്ങൾ ഉള്ളത്. ഞാൻ നാളെ പള്ളിയിൽ പോകും, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചില്ല പറയാം, എളുപ്പമായി അല്ലെ? സൂര്യൻ ഉദിച്ചു എക്സാമ്പിൾ വാക്യം. അല്ലെങ്കിൽ വിധിവാക്യത സൂര്യൻ ഉദിച്ചു തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങുകയാണ്. ഇനി നിഷേധവാക്യം, സൂര്യൻ ഉദിച്ചില്ല, കുട്ടി ഉറങ്ങുകയല്ല. അടുത്ത ചോദ്യവാക്യം, കുട്ടി ഉറങ്ങുകയാണോ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചോ? ഓക്കെ, മനസ്സിലായോ ഇത്രയും? ശ്രീദേവേ, ഒന്ന് വായിച്ച് നമ്മൾ ഇന്ന് എടുത്ത ഭാഗം. ശ്രീദേവ് കൃഷ്ണ, can you hear me? ശ്രീദേവിന് കേൾക്കുന്നില്ലേ? ഞാൻ വായിക്കാം. അല്ല. ഓക്കെ, ആയിട്ടാ ഞാൻ പറയാം. ശ്രീദേവേ കേൾക്കുന്നില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ്. ഞാൻ വായിക്കല്ല. ഓക്കെ, അല്ല എന്നാ വായിക്കല്ല. നമ്മൾ ഇന്ന് അടുത്ത മുതല് നമ്മുടെ സ്വരചിഹ്നങ്ങൾ. സ്വരങ്ങൾ എല്ലാം വ്യഞ്ജനങ്ങളോടും ചേരും. എഴുതുമ്പോൾ സ്വരത്തിന് പകരം ചില അടയാളങ്ങളാണ് ഉപയോഗിക്കാറ്.
ഉദാഹരണം അ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ. സ്വരങ്ങൾക്കും സ്വരചിഹ്നങ്ങൾക്കും ഓരോ സ്ഥാനവും വിലയും ആണുള്ളത്. വ്യഞ്ജനങ്ങളുടെ വില കണക്കാക്കുന്നതും അതിൽ ചേർന്ന സ്വരം നോക്കിയാണ്. കൂട്ടക്ഷരങ്ങൾ. വ്യഞ്ജനങ്ങൾ കൂടിച്ചേർന്നവയാണ് കൂട്ടക്ഷരങ്ങൾ. 2, 3, 4, 5 വ്യഞ്ജനങ്ങൾ കൂട്ടിച്ചേർന്ന കൂട്ടക്ഷരങ്ങൾ ഉണ്ട്. ഉദാഹരണം ധ, ൃ, ഋ, ഇർ, ഋ, ത്, സ്, ഞ്യ. നാം കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത് പല രീതിയിലാണ്. അവ ഏതെല്ലാം എന്ന് അറിഞ്ഞിരിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിൽ ഉപകരിക്കും. 10 തരത്തിലാണ് നാം കൂട്ടക്ഷരം എഴുതി വരുന്നത്. ഘടാക്ഷരങ്ങൾ പൂർണ്ണമായി ഇടതും വലതും ചേർത്ത് ധ, മ. ഘടാക്ഷരങ്ങൾ പൂർണ്ണമായി ഘടകാക്ഷരങ്ങൾ പൂർണ്ണമായി മുകളിലും ചുവട്ടിലും ചേർത്ത് പ, സ്ത. ആദ്യത്തെ അക്ഷരം മുഴുവൻ ഇടത്തും അടുത്തതിന്റെ ആശം വലത്തും ചേർത്ത് ന, ഞ്ഞ. ആദ്യത്തെ അക്ഷരത്തിന്റെ ആശം ഇടത്തും അടുത്തത് പൂർണ്ണമായി വലത്തും ചേർത്ത് ന്ത, ണ്ട. ഘടകാക്ഷരങ്ങളിൽ ആദ്യത്തേത് പൂർണ്ണമായി അടുത്തതിന്റെ ആശം ചുവട്ടിലും ചേർത്ത് ത, ഥ. ചില വ്യഞ്ജനങ്ങളുടെ ഇരട്ടിപ്പ് കാണിക്കാൻ പ്രത്യേക അടയാളം ചേർത്ത് ച, വ. ഉച്ചരിക്കുന്നതിന്റെ വിപരീത ക്രമത്തിൽ എഴുതുന്നവ. ഉദാഹരണം എന്നുച്ചരിക്കുന്നു. എന്നുച്ചരിക്കുന്നു. സ്വരങ്ങൾക്കെന്ന പോലെ യ, ര, ല, വ, ള, റ എന്നിവയ്ക്ക് പ്രത്യേക ചിഹ്നം ചേർക്കുന്നു. യ, യ, ര, ഗ്ര, ല, ഇല്ല, വ, ക്വ, ക്ല, കൃ. ഖ, ഖ, ഭ, ങ എന്നീ 4 കൂട്ടക്ഷരങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥയൊന്നും പറയാനില്ല. ഘടകാക്ഷരങ്ങൾ പിരിച്ചെഴുതുന്നു. ഉദാഹരണം ദ പ്ലസ് ഓക്കെ. അടുത്ത ആൻഡ്രോസ് ആ വാക്യം വായിച്ചേ. വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിനു പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ നിന്നോ സൂര്യൻ ഉദിച്ചു. ഇവയെല്ലാം വാക്യങ്ങളാണ്. വിധിവാക്യം ഇന്നത് സംഭവിച്ചു എന്നോ ഇന്ന സ്ഥിതിയിലാണ് എന്നോ. വിധിവാക്യം ഉദാഹരണം കുട്ടി ഉറങ്ങുകയാണ്. നിഷേധവാക്യം ഒരു കാര്യം എന്ന അവസ്ഥയിൽ അല്ലെന്നും പറയുന്നത് നിഷേധവാക്യം. ഉദാഹരണം സൂര്യൻ ഉദിച്ചില്ല, കുട്ടി ഉറങ്ങുകയല്ല. ചോദ്യവാക്യം ഇത് രണ്ടുമല്ലാത്ത ഈ വസ്തുക്കൾ മറ്റൊരാളോട് ചോദിക്കുന്ന മട്ടിലുള്ള വാക്യങ്ങൾ ചോദ്യവാക്യം എന്ന് പറയുന്നു. ഉദാഹരണം സൂര്യൻ ഉദിച്ചോ, കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ. അപ്പൊ അത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി അക്ഷരമാല പഠിച്ചു. ഇതുവരെ പഠിച്ചത് അക്ഷരമാല. അതിലേതൊക്കെയാണെന്ന് സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, അനുസ്വാരം, വിസർഗം, ചില്ലുകൾ, സ്വരചിഹ്നങ്ങൾ,
പിന്നെയോ കൂട്ടക്ഷരം അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വാക്യം. വാക്യം എന്താണെന്ന് പറയും. വിചാരങ്ങളെ എങ്ങനെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം എന്ന് പഠിച്ചു. ഏതൊക്കെ വാക്യങ്ങളെ കുറിച്ച് പഠിച്ചു? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് അറിയോ? ആഖ്യ, ആഖ്യാനം അല്ലെ. എന്താണ് ആഖ്യ? അടുത്തത് ആഖ്യ. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കിക്കോ, വാക്യത്തിന് രണ്ട് അംശമുണ്ട്. എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയുന്നതാണല്ലോ വാക്യം. എന്തിനെ പറ്റി പറയുന്നുവോ അതാഖ്യ. അപ്പൊ ഒരു വാക്യത്തില് എന്തിനെ പറ്റിയാണോ പറയുന്നത് അതാണ് എന്ത്? ആഖ്യ അല്ലെ, ആഖ്യ. അപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയുന്നുണ്ട്. ആന വരുന്നു എന്ന വാക്യത്തിൽ ആനയാണ് ആഖ്യം. അടുത്തെന്താ? ആഖ്യയെ പറ്റി എന്ത് പറയുന്നു അതാണ് ആഖ്യാനം അല്ലെ. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആഖ്യ, ആഖ്യാനം. അതിലെന്താണ് ആഖ്യം? ഒരു വാക്യത്തിന് രണ്ട് അംശം ഉണ്ടാവും. എന്തൊക്കെ? ആഖ്യയും ആഖ്യാതവും. അതില് എന്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നതാണല്ലോ വാക്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ എന്താ പറയുന്നത്? എന്തിനെ പറ്റിയാണ് ഒരു വാക്യത്തിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതാണ് എന്ത്? ആഖ്യ. എന്നിട്ടോ പിന്നെന്താ പറയുന്നേ? ആഖ്യയെ പറ്റി എന്ത് പറയുന്നുവോ അതാണ് ആഖ്യ. അപ്പൊ ആന വരുന്നു എന്നതിൽ ഏതാണ് ആഖ്യ? ആന വരുന്നു. അതിൽ ആഖ്യ ഏതാ? ആന. കുട്ടി വരുന്നു എന്ന് പറഞ്ഞ ഏതാ ആഖ്യം? അല്ല, ആഖ്യ ഏതാ അതില്? കുട്ടി. മനസ്സിലായോ നിങ്ങൾക്കത്? ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് ആരാണ് അല്ലെ? കർത്താവ് ആരാണ് അതിൽ? അതാണ് ആഖ്യ. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? ആഖ്യയെ പറ്റി. ഇപ്പൊ കുട്ടിയെ പറ്റിയാ പറഞ്ഞത്. കുട്ടിയെ പറ്റി എന്താണ് പറയുന്നത്? കുട്ടി നടന്നു വരുന്നു എന്നാണെങ്കിൽ എന്താണ്? നടന്നു വരുന്നു എന്നുള്ളതായിരിക്കും ആഖ്യാതം. മനസ്സിലായോ അത്? യെസ്. ഇനി ആന വരുന്നു, അത് എക്സാമ്പിൾ പറയുന്നുണ്ട്. ആനയാണ് ആഖ്യ, വരുന്നു ആഖ്യാതം. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്? കൂർത്ത കൊമ്പും നീണ്ട തുമ്പിക്കൈയുമുള്ള വമ്പനായ ഒരു ആന മതിച്ച് കണ്ടതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് വരുന്നു അല്ലെ. എത്രയാ വിശേഷണം നോക്കിയ ആ വരികളില്, ആ വാക്യത്തില്. കൂർത്ത കൊമ്പും നീണ്ട തുമ്പിക്കൈയും ഉള്ള വമ്പനായ ഒരു ആന മതിച്ച് കണ്ടതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് വരുന്നു എന്നത് വാക്യമാണ് അല്ലെ. അതൊരു വാക്യല്ലേ? വിചാരങ്ങളെ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറഞ്ഞ വാക്യം പറ്റുമ്പോൾ വാക്യം നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. അപ്പൊ അതൊരു വാക്യമാണ്. ഇതില് കൂർത്ത കൊമ്പും നീണ്ട തുമ്പിക്കൈയും ഉള്ള വമ്പനായ ഒരു ആനയാണ് എന്ത്? ഇതിലേതാ ആഖ്യം? ആനയുടെ വിശേഷം കൂടി പറയണം അല്ലെ. ഇതാണ് ആഖ്യം. നെക്സ്റ്റ് മതിച്ച്. അടുത്തെന്താ നോക്കി? ആഖ്യാതം. മതിച്ച് കണ്ടതെല്ലാം തട്ടിത്തകർത്ത് കൊണ്ടുവരുന്നു. ഇതാണ് ആഖ്യാതം അല്ലെ. ഇപ്പൊ മനസ്സിലായോ? അത് ഒരു വാക്യത്തില് കർത്താവ്, കർമ്മം, ക്രിയ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പോ ഒരു വാക്യത്തിലുള്ള കർത്താവാണ് ഏത്? ആഖ്യ. അതിലത്തെ ക്രിയ എന്താണ് ചെയ്യുന്നു അതാണ് എന്ത്? ആഖ്യാതം അല്ലെ. ഏകദേശം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോ ആരാണ് ഈ കർത്താവ് എന്നറിയോ ഒരു വാക്യത്തില്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇംഗ്ലീഷിൽ എന്ത് പറയും? സബ്ജക്റ്റ്, വേർബ്, ക്രി. പിന്നെന്താ? കർമ്മം. നിങ്ങൾ പറയാറില്ലേ? കേട്ട് നിങ്ങള് ഗ്രാമർ പഠിച്ചിട്ടില്ലേ? ഇംഗ്ലീഷില് പഠിപ്പിച്ചിട്ടുണ്ടോ? സബ്ജക്റ്റും വേർബെല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് തന്നെ ഇത് മലയാളത്തില് കർമ്മം, ക്രിയ എന്ന് പറയും അല്ലെ. അല്ല, കർത്താവ്, ക്രിയ എന്ന് പറയും. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ? ഒരു വാക്യത്തിൽ ആരാണോ കർത്താവായി നിൽക്കുന്നത് അല്ലെ, ആ ക്രിയ ചെയ്യുന്ന ആള് ആരാണ്? അതാണ് കർത്താവ്. ഓക്കെ. അപ്പൊ അതിൽ ഇതാണ് നമ്മളോട് പറഞ്ഞത്. ആന വരുന്നു എന്ന് പറഞ്ഞു. ആന എന്ത് ചെയ്യുന്നത്? വരുന്നുണ്ട്. അപ്പൊ ആനയാണ് ഇതില് ആഖ്യ അല്ലെ. അടുത്ത് നമുക്ക് നാമം, ക്രിയ, വിശേഷനാണ് പഠിക്കാനുള്ളത്. നാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എന്താണ് നാമം? ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ, ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ വായിച്ചിട്ട് വരണം നല്ലതുപോലെ. നാമം എന്നാൽ എന്താ അറിയോ? ആരോട് എന്തോ പറഞ്ഞൊരു കാര്യത്തിൽ പറഞ്ഞു. നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എങ്ങനെ വിശദീകരിക്കാം? നൗൺ വസ്തുക്കളുടെ പേര്.
ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെ പേരിനെ സൂചിപ്പിക്കലില്ലേ? ഒരു സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. മനസ്സിലായോ? ശരിക്കും അതിന്റെ നിർവചനം എങ്ങനെയാ? ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുവരെയുള്ള നിങ്ങൾ വായിച്ചിട്ട് വരും. എന്താണ് ആനോടെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ? 1 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ കട്ടാവും കേട്ടോ ക്ലാസ്. കോപ്പിയിൽ നിങ്ങൾ എന്താ എഴുതാറില്ല? സ്വരാക്ഷരങ്ങളെ, വ്യഞ്ജനാക്ഷരങ്ങളെ, ചില്ലക്ഷരങ്ങളെ എഴുതിയോ അതില്? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാം? നമ്മുടെ പാഠത്തിലുള്ള കുറച്ച് ടഫ് വേർഡ്സ്, ഇപ്പം എല്ലാ പാഠം എടുക്കുമ്പോൾ കുറച്ച് ടഫ് വേർഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വേർഡുകൾ ഇല്ലേ? അത് എഴുതണം. 3 പദം ഒരു ദിവസം.